നമസ്കാരം. കായൻ്റെ ഭാര്യ ആരാണെന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റുകളിൽ എൻ്റെ ചില സുഹൃത്തുക്കൾ സൂചിപ്പിക്കുകയുണ്ടായി, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ കുറച്ച് അധ്യായങ്ങൾ വെറും മിത്തുകളല്ലേ, ചരിത്രപരമായി അതിന് യാതൊരു വാല്യൂവും ഇല്ലല്ലോ. പക്ഷേ ഇതൊരു ഫോൾസ് ഡെലിമയാണ്. പലപ്പോഴും ആളുകൾ ഇത്തരം ഒരു തെറ്റായ ചിന്താഗതികൾ വെച്ച് പുലർത്താറുണ്ട്. ഒന്നെങ്കിൽ ഇത് ഒരു വ്യക്തമായ ചരിത്ര പുസ്തകമായിരിക്കണം, അല്ലെങ്കിൽ ഇതൊരു പഴങ്കഥയായിരിക്കും എന്ന തെറ്റായ ഒരു സമീപനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ ചില അധ്യായങ്ങൾ സേക്രഡ് ഹിസ്റ്ററിയാണ്. അതായത് ചരിത്രപരമായ സത്യങ്ങളെ പ്രതീകാത്മകമായ ഭാഷയിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു കഥ പ്രതീകാത്മകമാണ് എന്നതുകൊണ്ട് അത് അപ്രസക്തമാകുന്നില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം എന്ന് മാത്രമല്ല, ബൈബിൾ മുഴുവനും തന്നെ ഇന്നത്തെ ആധുനിക ചരിത്രകാരന്മാർ എഴുതുന്ന സ്ട്രിക്റ്റ് ഹിസ്റ്ററി എന്ന രീതിയിലല്ല രചിക്കപ്പെട്ടിരിക്കുന്നത്. ബൈബിളിൽ വിവരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ പുതിയ നിയമത്തിലാണെങ്കിൽ പോലും കൃത്യമായ ആധുനികാർത്ഥത്തിലുള്ള ചരിത്രപരമായ വിവരണങ്ങളാണെന്ന് നിർബന്ധമില്ല. മാത്രമല്ല, ബൈബിളിലെ വിവരണങ്ങൾ ക്രോണോലോജിക്കൽ ഓർഡറിലാകണമെന്നും നിർബന്ധമില്ല. എന്നാൽ അതിനർത്ഥം ബൈബിളിൽ ചരിത്രമില്ല എന്നല്ല. ബൈബിളിൽ നമ്മൾ കാണുന്നത് ചരിത്ര സത്യങ്ങളുടെ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും അർത്ഥം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ബൈബിളിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. അല്ലാതെ ഒരു മോഡേൺ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ആയിട്ടല്ല നമ്മളിതിനെ പരിഗണിക്കുന്നത്. ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമെന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ജോൺറ എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. ബൈബിൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബുക്കല്ല, അതിനെ ഒരു ലൈബ്രറി ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെ അകത്ത് കാവ്യങ്ങളുണ്ട്, കവിതകളുണ്ട്, നാടകങ്ങളുണ്ട്, ചരിത്രപരമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്, ആത്മകഥാപരമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്, അപ്പോക്കാലിപ്റ്റിക് ശൈലിയിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെ പലതരം ജോൺറകളിലുള്ള പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ. അതുകൊണ്ട് ഓരോ ഗ്രന്ഥവും അതിൻ്റെ ശരിയായ ജോൺറ ഏതാണെന്ന് മനസ്സിലാക്കി വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ്. ഗ്രന്ഥകാരൻ എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ബൈബിൾ വ്യാഖ്യാനം. ഉദാഹരണത്തിന്, ഒരു കാമുകൻ തൻ്റെ കാമുകിയോട് നീ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്, നീ എൻ്റെ ചങ്കാണ്, കരളാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിവരിക്കുന്നത് ബയോളജി അല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് കോമൺ സെൻസ്. ഭാഷയും ശൈലിയും ജോൺറയും തിരിച്ചറിയാതെയാണ് നിങ്ങൾ ബൈബിൾ വായിക്കുന്നതെങ്കിൽ യു മിസ് ദ പോയിന്റ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭ നമുക്കൊരു ഇൻ്റർപ്രറ്റീവ് ഫ്രീഡം നൽകുന്നുണ്ട്. ബൈബിളിൻ്റെ പഠനങ്ങളെയോ സഭാ പഠനങ്ങളെയോ, അതായത് ഡോഗ്മാസിനെയോ ഒന്നും തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടേതായ ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്താം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാർ പൊതുവെ അലഗോറിക്കലായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിലും നിങ്ങൾക്കത് ലിറ്ററലായിട്ട് വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിൻ്റെ പഠനങ്ങളെയോ സഭാ പഠനങ്ങളെയോ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതായിരിക്കരുത് എന്ന് മാത്രം. ഇവിടെ മനുഷ്യകുലം മുഴുവൻ ആദത്തിൽ നിന്നും ഹവ്വായിൽ നിന്നും, അല്ലെങ്കിൽ ഏക മാതാവിൽ നിന്നും ഏക പിതാവിൽ നിന്നും ഉദ്ഭവിച്ചു എന്നത് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിലൊന്നു തന്നെയാണ്. ഇതിനെ നിരാകരിച്ചുകൊണ്ടായിരിക്കരുത് നമ്മുടെ ദൈവശാസ്ത്ര കാഴ്ചപ്പാട്. ഇതിനെ നമ്മൾ മോണോജെനിസം എന്നാണ് വിളിക്കുന്നത്. 12ാം പിയൂസ് മാർപ്പാപ്പ തൻ്റെ എൻസൈക്ലിക്കലായിട്ടുള്ള ഹ്യൂമാനി ജനേറസിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കായൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് വരുന്നത്. ഇതൊക്കെ അലഗോറിക്കലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൈ കഴുകാനാവില്ല. കാരണം മനുഷ്യകുലം മുഴുവൻ ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് ഉദ്ഭവിച്ചത് എങ്കിൽ തുടക്കത്തിൽ സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം ഒരു അനിവാര്യതയായിരുന്നു. മാത്രമല്ല, ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഇത്തരം വിവാഹങ്ങൾ നടന്നിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇനി ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ബിഷപ്പ് റോബർട്ട് ബാരൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ജെനസിസ് എന്ന് പറയുന്ന ഒരു വീഡിയോ സീരീസ് ഉണ്ട്, കാണാവുന്നതാണ്.